ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് നമുക്കേ ഒരു ലെമൺ റൈസ് ഉണ്ടാക്കിയാലോ. നോയമ്പ് കാലത്തെ ഒരുപാട് ദിവസം ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേനെ ഒരിച്ചിരി മീനൊന്നും ഇല്ലാതെ ചോറുണ്ണാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്. എന്നാലും മാറി മാറിയൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇന്നൊരു ഇച്ചിരി ലെമൺ റൈസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ യാത്രയൊക്കെ പോകുമ്പം കൊണ്ടുപോകാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വായോ. ഇതിപ്പം എനിക്കിപ്പം കഴിക്കാനുള്ള പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പം സബോള ഒഴിവാക്കണം കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം. ഇതിപ്പോൾ ഒരുപാട് രീതിയിലുണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു സ്റ്റൈലിലാണ്. നമുക്ക് ഇപ്പം കഴിക്കാൻ ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കത്തെ കൊണ്ടുപോകാനുള്ളതാണെങ്കിൽ സവോള ഒഴിവാക്കിയിട്ട് വെളുത്തുള്ളിയും ഒഴിവാക്കിയിട്ട് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചേർക്കുക. പിന്നെ പൊട്ടുകടലയൊക്കെ നമുക്ക് ചേർക്കാം. കടലപ്പരിപ്പില്ല, നിലക്കടല. ഇന്ന് ഞാനിപ്പോൾ അതൊന്നും ചേർക്കാതെ സവോളയൊക്കെ ചേർത്ത് വേറൊരു രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒറ്റ ഗ്ലാസ് ചോറാണ്. ഇത് പൊന്നിയരി തന്നെയാണ് കേട്ടോ. ആ പൊന്നിയരി എടുത്ത് ഞാൻ വേവിച്ചിട്ട് തണുക്കാൻ വെച്ചതാണ്. അതുകൊണ്ടാണ് ഈ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്, നല്ലപോലെ ഒന്ന് തണുത്ത് വരാൻ വേണ്ടി. പിന്നെ ഒരു സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചു. കുറച്ച് മല്ലിയില, കുറച്ച് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, ഒരു 4 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ച്, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, കടുക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നാരങ്ങാനീര്, ഒരു പിഞ്ച് കായപ്പൊടി, പിന്നെ ഒരു പിഞ്ച് പഞ്ചസാര. ഇത്രയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം യാത്രയ്ക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് പറയുക, ഞാൻ സവോള ഒഴിവാക്കിയിട്ടാണ് കൊണ്ടുപോകാറ്. ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാന്ന് നോക്കിയേ, ഒരു ചട്ടി അടുപ്പ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടട്ടെ. കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. ആ ഒപ്പം തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പ്, ഇതൊക്കെ ഓരോ സ്പൂൺ മതി കേട്ടോ. ഞാനൊരു ഇച്ചിരി കടിക്ക് ഒരു 1.5 സ്പൂണ് കടലപ്പരിപ്പ് ഇട്ടതാണ്. പക്ഷേ ഉഴുന്ന് പരിപ്പ് 1 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് ഒന്ന് മൂത്ത് വരട്ടെ. ഉഴുന്നും കടലപ്പരിപ്പും ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 3-4 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും കരിഞ്ഞു പോകരുത്, ചെറു തീയിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റേ അങ്ങ് പോവും. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. 2 എണ്ണം 2ആയിട്ട് മുറിച്ചതാണ്. അതിലേക്ക് പച്ചമുളക്, നമ്മുടെ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില, ഇത്രയിട്ട് ഒന്ന് വഴറ്റാം. മല്ലിയില ഇച്ചിരി കഴിഞ്ഞിട്ടിടാം. നിലക്കടല ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടോ. കരിഞ്ച ഒരിച്ചിരി മഞ്ഞ കളറൊക്കെ വേണം. തീ കുറച്ച് വയ്ക്കണം കേട്ടോ. സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാവേ. നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ തിളച്ചിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരാതിരിക്കാനാണ് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് ഒരു നാരങ്ങ എടുത്തേക്കുന്നത്. പാകം നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യണേ. ചെറുതീയിൽ അവിടെ ഇരുന്ന് നന്നായിട്ട് ഇളക്കണം. ഒരു പിഞ്ച് കായപ്പൊടി, ഇതൊക്കെ ഓപ്ഷനാണ്, ഇഷ്ടമുണ്ട് ഇട്ടാൽ മതി. ഇതൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു പിഞ്ച് മതിയേ. ഒരു പിഞ്ച് പഞ്ചസാര, ഒത്തിരി വേണ്ട, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇതിനകത്ത് കാഷ്യൂ ഒക്കെ ഇടാം കേട്ടോ, ഞാനതൊന്നും ഇട്ടില്ല. ചെറു തീയിൽ 1 മിനിറ്റ് ഒന്ന് അതെല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ചെറു തീയിൽ അവിടെ ഒന്ന് കിടന്നോട്ടെ. അങ്ങനെ നമ്മുടെ ലൈം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇനിയില്ലേ
ഇതിനകത്ത് ഇച്ചിരി മല്ലിയില ഒന്ന് മിക്സ് ചെയ്തേക്കുക. നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പം കഴിക്കാവുന്ന പരുവാണ്. ഞാൻ ഒന്നുകൂടെ പറയുക, യാത്രയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ സവോള ഒഴിവാക്കുക കേട്ടോ. ഇതിപ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റിനും കൂടെ, വേറെ ഒന്നും കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാ നോക്കിയേ, ലെമൺ റൈസ് ഇവിടെ ഉണ്ട്. ഞാൻ കഴിക്കുന്നത് നമ്മുടെ ഒരു കണ്ണിമാങ്ങ അച്ചാർ കൂട്ടിയിട്ടാണ്, ഒരു കറിയും വേണ്ട. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് അഭിപ്രായം പറയണം കേട്ടോ. നോമ്പ് കാലത്ത് നമുക്കൊരു 50 ദിവസം പിടിച്ചിരിക്കണ്ടേ, ഓരോ ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അല്ലേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.